ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വിഷു സ്പെഷ്യൽ ഒരു പായസമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ സേമിയ പായസം മിക്സാണ്. അതിന് 2 കവറ് പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് മിക്സ് ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ അകത്ത് ആക്കുന്നതിന് കുഴപ്പമില്ല. കുറച്ച് നെയ്യും വേണ്ടിക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പായസം വെക്കുന്ന വീഡിയോ ഇടണമെന്ന് ശ്രീലക്ഷ്മി മോള് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഇതെത്ര അറിഞ്ഞിട്ടാക്കും ആക്കാൻ പറ്റുന്നപ്പം സേമിയൻ്റെ മിക്സല്ലേ. അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇതിന് എല്ലാവരും പഞ്ചസാരയും എല്ലാം റെഡിയായിട്ട് അതിൻ്റെ അകത്തുണ്ട്. 2 കവറിൽ പാല് കുറച്ചും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ അവിടെ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, കുറച്ച് പാൽ ഞാനിവിടെ നീക്കി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് സേമിയൻ്റെ മിക്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കണ്ടാ സംഭവം. ഇതാണ് സൂപ്പർ നോവയാണ്. അപ്പോൾ നമ്മളെ പാല് തിളക്കട്ടെ. ഇതാ ഗൈസ് കണ്ടാ ഇങ്ങനെ അതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഏലക്കായയും എല്ലാം അവർ ഇട്ടിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ നമ്മളായിട്ട് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് കാരണം. അപ്പോൾ നമ്മളെ പാല് തിളക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ് പാല് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട അണ്ടിപ്പരിപ്പെല്ലാം അതിൻ്റെ അകത്ത് ഇതാ കണ്ട അവർ എന്നെ എല്ലാം വറുത്തിട്ടിട്ടതാണ്. അപ്പോൾ ഇനി നല്ല വൃത്തിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ. അപ്പോൾ ഈ പാലിൽ വേണം നമ്മുടെ സേമിയ വെന്തിട്ട് വരാൻ. വെന്ത് കഴിഞ്ഞാൽ അടുത്ത ഒഴിക്കാനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സംഭവം വാങ്ങി വെക്കാം. വേഗം പെട്ടെന്ന് കഴിയുന്ന പരിപാടിയല്ലേ. അത്ര അറിഞ്ഞൂടാത്ത കുട്ടികൾക്കടക്കം ചെയ്യാൻ പറ്റിയ പായസമാണിത്. പിന്നെ കുറച്ചും കൂടി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വറുത്തിട്ടോളൂ നെയ്യിൻ്റെ അകത്ത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നായി വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. വേഗം പോകും, അധികം നേരമൊന്നും വേകണ്ട. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പായസം. ഇപ്പോൾ വിഷുവിൻ്റെ പായസം ഇതാണ് നമ്മുടെ സേമിയ പായസം. ഇപ്പോൾ ഇത് റെഡിയായിട്ട് പാകത്തിലായി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതില്ല. ഏകദേശം വെന്ത് വരാനുള്ള പാകത്തിനായിട്ടുണ്ട്. ശരിക്കായില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. ഇളക്കി കൊടുത്തോണ്ടിരുന്നോളുക, അടിക്കൊന്നും പിടിക്കാണ്ട് നോക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ വെന്തിട്ടാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് സേമിയ എടുത്തിട്ട് മെല്ലെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അധികം തീ കൂട്ടി വെക്കണ്ട. ഏകദേശമായി വരുന്നുണ്ട് കണ്ട. അപ്പോൾ വെന്താൽ മനസ്സിലാവും.
അപ്പോൾ ഏകദേശം വേവാനായി എന്ന് കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ട, ഇതാ ചീഞ്ഞ പോലെ ആകുന്നുണ്ട. ഇതാ അപ്പോൾ സേമിയ വെന്തു. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ബാക്കി വെച്ച പാലുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്തോളൂ, അത്രയാണ് വേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് ഒഴിച്ച് കൊടുത്തോളൂ. അപ്പം ഞാനിത് മുഴുവൻ ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ ഇതാ കണ്ട. അപ്പോൾ ഈ 2 പാക്കറ്റ് പാല് ഒരു പാക്കറ്റിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് കുടിക്കേണ്ട പാകത്തിനാണുള്ളത്. കണ്ട, നല്ല അടിപൊളിയായിട്ട് സേമിയ വെന്ത് നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് വേണം ഇനി? മധുരം ബാലൻസ് ചെയ്യാൻ നമ്മളെല്ലാ പായസത്തിനും ചെയ്യൂലേ, ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. മറ്റധികം ഉപ്പ് വരിയിടുകയും ചെയ്താൽ ഒന്ന് വെറുതെ ഒന്ന്. അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കുക. തിള ഏകദേശം വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മളെ സേമിയ പായസം റെഡിയാവും. അപ്പോഴത്തേക്ക് ഒന്നും നോക്കണ്ട. ഞാൻ എന്നിട്ട് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരിന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നുണ്ട്. നെയ്യിൽ വറുത്തിട്ട് ഇടുന്നുണ്ട്. ഇതിലുണ്ട് കുറച്ച്, അവരൊരുപാടൊന്നും ഇടൂലല്ലോ, കുറച്ച് മാത്രമല്ലേ ഇടൂ. എല്ലാ പാക്കിലും അവരൊരു കണക്കാക്കിയിട്ടുണ്ടാവും, അത്രയും അവരിടും. അപ്പം നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഇട്ടോളൂ. കടിക്കാൻ ഇടക്കിടക്ക് പായസം കുടിക്കുമ്പം കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടോളൂ, അത്രയേ ഉള്ളൂ. കണ്ട, അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചൊന്ന് നെയ്യിൽ വാട്ടിയിട്ട് ഇടുന്നുണ്ട്, ഒന്ന് വറുത്തിടുന്നുണ്ട്. മുന്തിരി ഇടുന്നുണ്ട്. പായസം ഇവിടെ റെഡിയായി കണ്ടല്ലോ. നല്ല അടിപൊളി പായസം. ഇതാ കറക്റ്റായിട്ട് കുടിക്കേണ്ട പാകത്തിനാണ്. കണ്ട, അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല അടിപൊളിയായിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിത് നെയ്യടക്കയിലേക്ക് ഒഴിക്കുന്നുണ്ട്. കണ്ട, ഇതാ ഞാൻ കാണിച്ചത്. ഇതാ കണ്ട ഗൈസ്, ഇതാ നമ്മളെ പായസം റെഡിയായില്ലേ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.